മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീക്ക് നേരെ പോലീസിന്റെ ക്രൂരത. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് സംഭവം. ജോലി ചെയ്യുന്ന വീട്ടിലെ സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാല മോഷ്ടിച്ചില്ലെന്ന് വിശദമാക്കിയതിന് പിന്നാലെ പെൺമക്കളെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി പറയുന്നു. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നതിനിടെ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനായിരുന്നു മറുപടി. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരികത്ത് വീട്ടിൽ ആർ ബിന്ദുവിനെയാണ് കഴിഞ്ഞ മാസം 23-ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തത്. വസ്ത്രമഴിച്ച് ദേഹപരിശോധനയും വീട്ടിൽ തിരച്ചിലും നടത്തിയെങ്കിലും മാല കിട്ടിയില്ല. ഒടുവിൽ സ്വർണമാല ഉടമയുടെ വീട്ടിൽ തന്നെ കണ്ടെത്തിയെങ്കിലും ബിന്ദുവിനെതിരെയുള്ള എഫ്ഐആർ പോലീസ് റദ്ദാക്കിയില്ല. പുലർച്ചെ 3:30 വരെ ഒരു പോലീസുകാരൻ അസഭ്യ വാക്കുകളോടെ ചോദ്യം ചെയ്തു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവും മക്കളുമടക്കം അകത്താകും എന്ന് ഭീഷണിപ്പെടുത്തി. ബന്ധുക്കൾ ഭക്ഷണം എത്തിച്ചെങ്കിലും തന്നില്ല. 24-ന് ഉച്ചവരെയായിരുന്നു കസ്റ്റഡി. ഉച്ചയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി SIയോട് സംസാരിച്ചു. മാല കിട്ടിയെന്ന് ഒരു പോലീസുകാരൻ പറയുന്നതും കേട്ടു. എന്നാൽ ആ വിവരം എന്നോട് പറയാതെ പരാതിക്കാരി പറഞ്ഞതിനാൽ വിട്ടയക്കുന്നു എന്നും ഇനി കവടിയാർ അമ്പലമുക്ക് ഭാഗങ്ങളിൽ കാണരുതെന്നും പറഞ്ഞു. ഞാൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടില്ല. കവടിയാറിലെ വീട്ടുജോലിക്ക് ശേഷം വൈകിട്ട് 4-ന് ബസ് കാത്തു നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ഫോൺ വന്നത്. 3 ദിവസം മുൻപ് അമ്പലമുക്കിലെ ഒരു വീട്ടിലാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് 18 ഗ്രാമിന്റെ മാല കാണാതായെന്നും എന്നെയാണ് സംശയമെന്നും പറഞ്ഞു. മാല എടുത്തിട്ടില്ലെന്ന് ഞാൻ ആവർത്തിച്ചു. വനിതാ പോലീസിനെ കൊണ്ട് വസ്ത്രം അഴിച്ച് പരിശോധിച്ചു. SI ഉൾപ്പെടെ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തുവെന്ന് ബിന്ദു പറഞ്ഞു.